അഭിവാദ്യം. ഷേക്സ്പിയറിന്റെ മാക്ബെത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും രക്തപങ്കിലവും പ്രക്ഷുബ്ധവുമായ നാടകങ്ങളിലൊന്നാണത്. അധികാരത്തിന്റെയും വഞ്ചനയുടെയും ഒരു കഥ. ഇത് പലരും സിനിമയാക്കിയിട്ടുണ്ട്, അല്ലേ? അതെ, ഒരുപാട് പേര്. എന്നാൽ ഇന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് റോമൻ പൊലാൻസ്കി 1971 എടുത്ത ആ ഒരു കുറച്ചു വിവാദമായ എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആവിഷ്കാരത്തെക്കുറിച്ചാണ്. ശരിയാണ്. നമ്മുടെ കയ്യിൽ ഇതിനെപ്പറ്റിയുള്ള കുറച്ചു പഠനങ്ങളും നിരൂപണങ്ങളുമൊക്കെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോഴും ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഓർക്കുന്നതും ചർച്ച ചെയ്യുന്നതും? നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. ഓർസൺ വെൽസ് തൊട്ട് അകിര കുറോസാവ, പിന്നെ നമ്മുടെ ഇന്ത്യയിലെ വിശാൽ ഭരദ്വാജ് വരെ പലരും മാക്ബത്തിനെ സിനിമയാക്കിയിട്ടുണ്ട്. മക്ബൂൾ. മക്ബൂൽ. ഓരോന്നും അതിൻ്റെതായ രീതിയിൽ നല്ലതാണ്. പക്ഷെ പൊലാൻസ്കിയുടെ സിനിമ അതിൻ്റെ ഒരു പരുക്കൻ യാഥാർത്ഥ്യബോധം, ആ വയലൻസ് കാണിക്കുന്നതിലെ ഒരു നേരിട്ടുള്ള സമീപനം, അതതിനെ വേറിട്ട് നിർത്തുന്നുണ്ട്. ഷേക്സ്പിയറുടെ ആ കാവ്യഭാഷയൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലത്തിന് ആ 70കളിലെ ഒരു മൂഡിനെ പറ്റിയ ഒരു തീവ്രത അദ്ദേഹം കൊണ്ടുവന്നു. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ സംവിധായകനെക്കുറിച്ച് കുറച്ച് അറിയുന്നത് നല്ലതായിരിക്കും, അല്ലേ? കാരണം പൊളാൻസ്കിയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ആ ദുരന്തങ്ങൾ, ഈ സിനിമയെ സ്വാധീനിച്ചെന്ന് പലരും പറയുന്നുണ്ടല്ലോ. നമ്മുടെ കയ്യിലുള്ള സോഴ്സുകളിലും അങ്ങനെ ഒരു സൂചനയുണ്ട്. ശരിയാണ്. അത് പ്രധാനമാണ്. പോളണ്ടിലാണ് പൊളാൻസ്കി വളർന്നത്. ഹോളോകോസ്റ്റ് അതിജീവിച്ച ആളാണ്. അമ്മയെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നഷ്ടപ്പെട്ടു. യുദ്ധാനന്തര പോളണ്ടിലെ ആ ലോർഡ്സ് ഫിലിം സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ നൈഫ് ഇൻ ദ വാട്ടർ, റിപ്പൾഷൻ, റോസ്മേരീസ് ബേബിയൊക്കെ വലിയ ഹിറ്റുകളായി. ലോകം മുഴുവൻ അറിയപ്പെട്ടു. റോസ്മേരീസ് ബേബി ഭയങ്കര സിനിമയാണത്. അതെ. എന്നാൽ ഈ മാക്ബെത്ത് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ്. അത് ഭീകരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഷാരൺ ടേറ്റ് ഗർഭിണിയായിരുന്നു അപ്പോ. അവരെ മാൻസൺ ഫാമിലി എന്നൊരു ഗ്രൂപ്പ് വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഭീകരാനുഭവത്തിന്റെ അതിന്റെ ഒരു നിഴൽ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് കരുതാം, അല്ലേ? പ്രത്യേകിച്ച് സിനിമയിലെ ആ അക്രമരംഗങ്ങൾ, മാക്ഡഫിന്റെ ഭാര്യയെയും കുട്ടികളെയുമൊക്കെ കൊണ്ടുവന്നൊരു രംഗമുണ്ട്. അത് ഓർക്കുമ്പോൾ അതെ, അങ്ങനെയൊരു വാദം വളരെ ശക്തമാണ്. പക്ഷേ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ പൊളാൻസ്കി അത് പലപ്പോഴും നിഷേധിച്ചിട്ടുണ്ട്. ആണോ? അതെ. അദ്ദേഹം പറഞ്ഞത് താൻ ഷേക്സ്പിയറിനെ എടുത്തത് തന്നെ ഇത്തരം വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കാനാണെന്നാണ്. കാരണം ആ ദുരന്തത്തിന് ശേഷം താൻ എന്ത് സിനിമ ചെയ്താലും ആളുകൾ അതിനെ ഇതുമായി ബന്ധിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് ശരിയായിരിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഒരു കൗതുകം. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തവരിൽ ഒരാള് പ്ലേബോയ് മാഗസിന്റെ സ്ഥാപകൻ ഹ്യൂ ഹെഫ്നർ ആയിരുന്നു. ഹ്യൂ ഹെഫ്നറോ? അതെങ്ങനെ? അതെ, അതും ഒരു കൗതുകകരമായ കാര്യമാണ്. കൗതുകകരം തന്നെ. ശരി, അപ്പോൾ സിനിമയിലേക്ക് വരാം. ഷേക്സ്പിയറുടെ ഒറിജിനൽ നാടകം, അതിനോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് പൊളാൻസ്കി? നമ്മുടെ ഈ ലേഖനങ്ങളൊക്കെ പറയുന്നത് ഒരു ഭാഗത്ത് വളരെ വിശ്വസ്തനാണ്, എന്നാൽ ചിലയിടത്ത് നല്ല ധൈര്യമുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ്. അതാണ് അതിലെ ഒരു പ്രധാന ആകർഷണം. ഡയലോഗുകൾ, സംഭാഷണങ്ങൾ ഭൂരിഭാഗവും ഷേക്സ്പിയറുടേത് തന്നെയാണ്. കഥയുടെ ആ ഒരു ഘടന, പ്രധാന സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ, അതൊന്നും മാറ്റിയിട്ടില്ല. ഒരു പക്ഷേ ഷേക്സ്പിയറുടെ വാക്കുകളോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന സിനിമകൾ കുറവായിരിക്കും. ശരി. എന്നാൽ അതേസമയം നാടകത്തിന് അതിൻ്റേതായ പരിമിതികളുണ്ടല്ലോ. സ്റ്റേജിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, സിനിമയുടെ സാധ്യതകൾ അദ്ദേഹം ധൈര്യമായി ഉപയോഗിച്ചു. അപ്പോൾ ആ മാറ്റങ്ങൾ അത് സിനിമയ്ക്ക് ഗുണം ചെയ്തോ, അതോ ചിലപ്പോൾ നാടകത്തിന്റെ ആ ഒരു ഭംഗി കളഞ്ഞോ? എന്തൊക്കെയായിരുന്നു പ്രധാന വ്യത്യാസങ്ങൾ? പൊലാൻസ്കി നേരിട്ട് കാണിച്ചു എന്നതാണ്. ഉദാഹരണത്തിന് ഡങ്കൻ രാജാവിന്റെ കൊലപാതകം. നാടകത്തിൽ അത് സ്റ്റേജിന് പിന്നിലാണ് നടക്കുന്നത്. നമ്മൾ ആകെ ശബ്ദം കേൾക്കുകയുള്ളൂ. എന്നാൽ പൊലാൻസ്കിയുടെ സിനിമയിൽ നമ്മളത് കാണുന്നു നേരിട്ട്. ഉറങ്ങുന്ന രാജാവിനെ മാക്ബെത്ത് കുത്തുന്നു, അയാൾ ഞെട്ടിയുണരുന്നു, മാക്ബെത്തിനെ തിരിച്ചറിയുന്നു, എന്നിട്ടും മാക്ബെത്ത് വീണ്ടും വീണ്ടും കുത്തുന്നു. അത് വളരെ വളരെ ക്രൂരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ശരിയാണ്. പൊലാൻസ്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കൊലപാതകത്തെക്കുറിച്ച് സിനിമ ചെയ്യുമ്പോൾ അത് കാണിക്കുക തന്നെ വേണം എന്ന്. യുക്തിയുണ്ട്. പക്ഷേ ഷേക്സ്പിയറുടെ കാലത്ത് അത് നടക്കില്ലായിരുന്നു, അല്ലേ? രാജാവിനെ സ്റ്റേജിൽ കൊണ്ടുന്നത് ഒരിക്കലുമില്ല. അത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുപോലെ വേറെയും മാറ്റങ്ങളുണ്ട്. ഈ മന്ത്രവാദിനികൾ, ആ 3 പേർ. നാടകത്തിൽ 3 പേരാണെങ്കിൽ സിനിമയിൽ അതൊരു വലിയ കൂട്ടമാണ്. ഒരു കവൻ എന്ന് പറയാം. പ്രായമായവരും ചെറുപ്പക്കാരുമൊക്കെ അടങ്ങിയൊരു സംഘം. അവർ നഗ്നരായി പല ആചാരങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ലേഡി മാക്ബെത്ത്, ആ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സീൻ. കുറ്റബോധം കൊണ്ട്. അതെ,
അത് സിനിമയിൽ പൂർണ്ണ നഗ്നയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ നാടകീയത കൂട്ടാനും ആ കഥാപാത്രങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള മാറ്റങ്ങളാണ്. ഈ ദൃശ്യവൽക്കരണം അതുതന്നെയാണ് ഈ സിനിമയുടെ ശക്തിയും ചിലപ്പോഴൊരു വിവാദ വിഷയമായതും അല്ലേ? അതെ, ഈ കാഴ്ചാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഛായാഗ്രഹണം അതിനെക്കുറിച്ച് പറയാതെ പറ്റില്ല. ഗിൽബർട്ട് ടൈലർ, അദ്ദേഹത്തിന്റെ വർക്കിനെപ്പറ്റി നമ്മുടെ സോഴ്സുകൾ ഒരുപാട് പറയുന്നുണ്ട്. തീർച്ചയായും. ഗിൽബർട്ട് ടൈലറുടെ ആ ദൃശ്യങ്ങൾ അതാണ് സിനിമയുടെ ജീവൻ. സിനിമ തുടങ്ങുന്നത് തന്നെ നോക്കൂ, രക്തം പോലെ ചുവന്ന ഒരു സൂര്യോദയം. പക്ഷെ പിന്നീട് ഭൂരിഭാഗം സമയത്തും ഇരുട്ടും നിഴലും നിറഞ്ഞ ഫ്രെയിമുകളാണ്. ആ സ്കോട്ട്ലൻഡിന്റെ പരുക്കൻ ഭൂപ്രകൃതി, കോട്ടയുടെ തണുത്ത ഭിത്തികൾ, ചെളി, മഴ, മൂടൽമഞ്ഞ്, എല്ലായിടത്തും രക്തം. എല്ലാം വളരെ റിയലിസ്റ്റിക്കാണ്. വെറും കാഴ്ച എന്നതിലുപരി ആ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഉദ്ദേശ്യം. കഥാപാത്രങ്ങളുടെ ആന്തരിക ലോകം, അതിന്റെ ഒരു പുറം കാഴ്ച കൂടിയാണ് ആ പരിസരം. പിന്നെ ആ ലോങ് ടേക്കുകൾ അല്ലേ, ക്യാമറ കട്ട് ചെയ്യാതെ പിന്തുടരുന്നത്. അതെ, ലോങ് ടേക്കുകൾ. അതാ ഒരു സമ്മർദ്ദം, കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ആ വൈഡ് സ്ക്രീൻ കമ്പോസിഷനുകൾ, കോട്ടയുടെ ആ ഒരു ഭീകരമായ വലുപ്പവും അതേസമയം അതിനുള്ളിലെ ഒറ്റപ്പെടലും കാണിക്കാൻ അത് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അമാനുഷികമെന്ന് പറയാവുന്ന കാര്യങ്ങൾ പോലും, മാക്ബത്ത് കാണുന്ന ആ കഥാര അല്ലെങ്കിൽ ബാങ്കോയുടെ പ്രേതം, അതൊക്കെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അതാണ് അതിലെ മറ്റൊരു പ്രത്യേകത. അതൊരു ഫാന്റസി പോലെയല്ല കാണിച്ചിരിക്കുന്നത്. ഒരു തരം യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുവരുന്ന ഭ്രമാത്മകത പോലെയാണ്. മാക്ബത്ത് കാണുന്ന ആ ഒഴുകി നടക്കുന്ന കഠാര ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. വിരുന്നിനിടയിൽ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ബാങ്കോയുടെ രൂപം, ഇതൊക്കെ അവിശ്വസനീയമായി തോന്നാമെങ്കിലും സിനിമയിൽ അത് വളരെ വിശ്വസനീയമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ പ്രതീകങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും കാണുന്നു. തുടക്കത്തിൽ ആ മന്ത്രവാദിനികൾ മണലിൽ ചില സാധനങ്ങൾ കുഴിച്ചിടുന്നുണ്ടല്ലോ. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണത്. സിനിമയുടെ ഒരു സൂചന നൽകുന്നുണ്ട് ആ രംഗം. മുറിച്ചെടുത്തൊരു കൈ, ഒരു ഖഠാര, പിന്നെ ഒരു തൂക്കുകയർ. ഇത് യഥാക്രമം മാക്ബത്തിനെയും അയാൾ ചെയ്യുന്ന കൊലപാതകത്തെയും ഒടുവിൽ അയാളുടെ അന്ത്യത്തെയും സൂചിപ്പിക്കുന്നു. ഈ തൂക്കുകയർ എന്ന രൂപം അത് സിനിമയിൽ പലയിടത്തും ആവർത്തിച്ചു വരുന്നുണ്ട്. എങ്ങനെ? ഡങ്കനെ കൊന്ന ശേഷം മാക്ബത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നൊരു രംഗമുണ്ട്. അപ്പോ ആ കിണറിന്റെ കയറും കൊളുത്തും ഒരു തൂക്കുകയർ പോലെ അയാളുടെ മുന്നിൽ ഇങ്ങനെ ആടുന്നുണ്ട്. അതുപോലെ കോട്ടയുടെ വാതിലിനലിലെ ആ ഇരുമ്പ് വളയങ്ങൾ, അതിനുപോലും ഒരു തൂക്കുകയറിന്റെ രൂപം തോന്നും ചിലപ്പോൾ. ഇതൊക്കെ മാക്ബത്തിന്റെ വിധി, അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശരി, ഇനി കഥാപാത്രങ്ങളിലേക്ക് വരാം. പ്രധാന കഥാപാത്രങ്ങൾ മാക്ബത്ത് ജോൺ ഫിഞ്ചാണ് അവതരിപ്പിച്ചത്. നാടകത്തിലെ ആ ഒരു വീരനായകന്റെ പരിവേഷം കുറവാണോ ഈ സിനിമയിലെ മാക്ബത്തിന്? കൂടുതൽ ദുർബലനാണോ? ജോൺ ഫിഞ്ചിന്റെ മാക്ബത്ത് അതൊരു വ്യത്യസ്തമായ വായനയാണ്. തീർച്ചയായും അയാൾ തുടക്കത്തിൽ ധീരനായ യോദ്ധാവൊക്കെയാണ്. എന്നാൽ നാടകത്തിലെ ആ ഒരു ഹീറോയിസം, ആ ഗ്ലാമർ, അത് കുറവാണ്. യും അധികാരമോഹവുമൊക്കെ തുടക്കം മുതലേ കാണാം. നാടകത്തിൽ അത്ര വ്യക്തമല്ലാത്ത ചില കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഡങ്കൻ രാജാവ് തന്റെ മകൻ മാൽക്കമിനെ അടുത്ത രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ മാക്ബത്ത് ദൂരെ നിന്ന് അസൂയയോടും വെറുപ്പോടും കൂടി നോക്കുന്നുണ്ട്. അത് നാടകത്തിൽ അത്ര പ്രകടമല്ല. അതെ, അപ്പം മന്ത്രവാദിനികളുടെ പ്രവചനം വന്നില്ലെങ്കിൽ പോലും അയാൾ ഒരു അവസരം കിട്ടിയാൽ ഇത് ചെയ്യുമായിരുന്നു എന്ന് തോന്നിപ്പോകും. ആ പ്രവചനം ഒരു ഉത്തേജനം നൽകിയെന്ന് മാത്രം. ഫിഞ്ചിന്റെ ആ ഒരു ശാരീരിക രൂപം പോലും, താരതമ്യേന ഒതുങ്ങിയ ആ രൂപം, ഒരു പുല്ലിനിടയിലെ പാമ്പ് എന്നൊരു വ്യാഖ്യാനത്തിന് ശക്തി നൽകുന്നുണ്ട്. അപ്പോ ലേഡി മാക്ബത്തോ ഫ്രാൻസിസ്ക ആനിസ്, നാടകത്തിൽ അവരൊരു ഭയങ്കര ശക്തിയായ, ഒരുപക്ഷെ മാക്ബത്തിനേക്കാൾ ക്രൂരയായ സ്ത്രീയാണ്. സിനിമയിലോ ആ നഗ്നതാരംഗങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഫ്രാൻസിസ്ക ആനിസിന്റെ ലേഡി മാക്ബത്ത് അവർ ശക്തയാണ്, തന്ത്രശാലിയാണ്, സംശയമില്ല. പക്ഷേ പൊലാൻസ്കി അവളിലെ ആ ഒരു മാനുഷിക വശം, ആ ദുർബലത കൂടി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡങ്ങിനെ കൊല്ലാൻ മാക്ബത്തിനെ നിർബന്ധിക്കുമ്പോഴും അവരുടെ കണ്ണിലൊരു നനവുണ്ട്. ഒരു പക്ഷേ താൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യത്തിന്റെ ഭീകരത അവർക്കറിയാം. ഈ ഒരു വ്യാഖ്യാനത്തിന് ശക്തി കിട്ടാൻ വേണ്ടിയായിരിക്കാം നാടകത്തിൽ ലേഡി മാക്ബത്തിന്റെ ക്രൂരത കാണിക്കുന്നൊരു ഭയങ്കര ഡയലോഗുണ്ട്. ഞാൻ മുല കൊടുത്തിട്ടുള്ളവളാണ്,
എന്നാൽ എന്റെ കുഞ്ഞിന്റെ തല തല്ലിപ്പൊളിക്കാൻ എനിക്ക് മടിയില്ല എന്നൊക്കെ പറയുന്നൊരു ഭാഗം. അത് പൊലാൻസ്കി സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ് നാടകത്തിലെ. അതെ. പിന്നെ ആ ഉറക്കത്തിൽ നടക്കുന്ന രംഗത്തെ നഗ്നത, അത് വെറും സെക്ഷുവലായിട്ടല്ല കാണിച്ചിരിക്കുന്നത്, മറിച്ച് ആ കഥാപാത്രത്തിന്റെ ഒരു വൾണറബിലിറ്റി, മാനസികമായ തകർച്ച, ഒറ്റപ്പെടൽ, കുറ്റബോധം, അതിന്റെയൊക്കെ മുന്നിൽ അവൾ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെടുകയാണ്. ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോഴും അവൾ എത്രമാത്രം ഒറ്റയ്ക്കാണെന്ന് ആ രംഗം കാണിക്കുന്നു. ഇത് ലേഡി മാക്ബെത്തിനെ കൂടുതൽ മനുഷ്യസഹജമാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈയൊരു സമീപനം ലേഡി മാക്ബെത്തിനെ കുറച്ചുകൂടി ദുർബലയാക്കുന്നത് ആ കഥാപാത്രത്തിന്റെ യഥാർത്ഥ ശക്തി കുറയ്ക്കുന്നു എന്ന് ചില വിമർശനങ്ങളില്ലേ? നമ്മുടെ സോഴ്സുകളിലും അങ്ങനെയൊന്ന് കണ്ടു. ഉണ്ട്, അങ്ങനൊരു വാദമുണ്ട്. നാടകത്തിലെ ആ അയേൺ ലേഡി എന്നൊരു ഇമേജ് സിനിമയിൽ കുറവാണ് എന്നത് സത്യമാണ്. പക്ഷെ ഒരുപക്ഷെ പൊളാൻസ്കിയുടെ ലക്ഷ്യം അതായിരുന്നില്ല. തിന്മയുടെ പ്രലോഭനത്തിൽ വീണുപോയ, എന്നാൽ അതിന്റെ ഭാരം താങ്ങാനാവാതെ തകർന്നുപോയ ഒരു സ്ത്രീ, ഒരു മനുഷ്യസ്ത്രീ എന്ന നിലയിലാവാം അദ്ദേഹം ലേഡി മാക്ബെത്തിനെ കണ്ടത്. മറ്റു കഥാപാത്രങ്ങളുടെ കാര്യത്തിലും മാറ്റങ്ങളുണ്ടല്ലേ? പ്രത്യേകിച്ച് റോസ്. നാടകത്തിൽ വളരെ ചെറിയൊരു റോളാണ് റോസിന്, പക്ഷെ സിനിമയില് അയാൾക്ക് പ്രാധാന്യം കൂടുന്നുണ്ട്. അതെ അതെ, അതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ മിടുക്ക്. റോസ് എന്ന കഥാപാത്രം നാടകത്തിൽ വെറുമൊരു മെസ്സഞ്ചറാണ്, എന്നാൽ സിനിമയിലോ അയാൾ നിശബ്ദമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു, ആരുടെ കൂടെ നിന്നാലാണ് നേട്ടമെന്ന് നോക്കി കൂറുമാറുന്നു, ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിസ്റ്റ്. ഹോഹോ. സംഭാഷണങ്ങളിലൂടെയല്ല നമ്മളിത് മനസ്സിലാക്കുന്നത്, അയാളുടെ നോട്ടം, അയാളുടെ പ്രവൃത്തികൾ. ഉദാഹരണത്തിന്, ബാൻകോയെ കൊല്ലാൻ മാക്ബെത്ത് ആളെ അയക്കുമ്പോൾ ആ കൊലയാളികൾക്ക് സഹായമായി റോസ് അവിടെയുണ്ട് ആ പശ്ചാത്തലത്തില്. ശരിയും. ഏറ്റവും ഞെട്ടിക്കുന്നത് അതല്ല, സ്വന്തം ബന്ധുവാണ് മാക്ഡഫ്. എന്നിട്ടും മാക്ഡഫിന്റെ ഭാര്യയെയും കുട്ടികളെയും കൊല്ലാൻ മാക്ബെത്തിന്റെ ആളുകൾ വരുമ്പോ അവർക്ക് കോട്ടയുടെ വാതില് തുറന്നുകൊടുക്കുന്നത് റോസാണ്. അവിശ്വസനീയം. ഇത് നാടകത്തിൽ ഒട്ടുമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇത് ഈ തിന്മ എന്നത് മാക്ബെത്തിനും ലേഡി മാക്ബെത്തിനും മാത്രമുള്ള ഒന്നല്ല, അത് ചുറ്റുമുള്ള സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണോ പൊളാൻസ്കി? അതെ, കൃത്യമായി പറഞ്ഞു. മാക്ബെത്തിന്റെ ദുരന്തം അയാൾക്ക് മാത്രം സംഭവിച്ച ഒന്നല്ല, ചുറ്റുമുള്ള അധികാര രാഷ്ട്രീയം അത്രയും ജീർണിച്ചതാണ്. വഞ്ചനയും ഈ അവസരവാദവും മാക്ബെത്തിന്റെ മാത്രം സ്വഭാവമല്ല, അതിജീവിക്കാൻ വേണ്ടി ആരും എന്തും ചെയ്യും എന്നൊരു വളരെ ഇരുണ്ട ഒരു ചിത്രമാണത് നൽകുന്നത്. ഡങ്കൻ രാജാവിന്റെ മക്കളുടെ കാര്യത്തിലും മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് സിനിമയുടെ അവസാനം അത് വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണെന്ന് തോന്നുന്നു. ഉണ്ട്. ഡങ്കന് 2 മക്കളാണല്ലോ, മാൽക്കമും ഡൊണാൾബേയും. സിനിമയിൽ ഇളയ മകനായ ഡൊണാൾബേയിന് ഒരു കൂൺ കൊടുത്തിട്ടുണ്ട്, ഒരു വൈകല്യം. ആ ജ്യേഷ്ഠനായ മാൽക്കം യുവരാജാവാകുമ്പോൾ ഡൊണാൾബേയിൻ ദൂരെ നിന്ന് അസൂയയോടെ നോക്കുന്നുമുണ്ട്. ഒരുപക്ഷെ അത് അയാളുടെ ഉള്ളിലെ ആ ഒരു അധികാരമോഹത്തിന്റെ സൂചനയാവാം. പക്ഷെ ഏറ്റവും പ്രധാനം താങ്കൾ പറഞ്ഞ പോലെ അവസാന രംഗമാണ്. അതെ. നാടകത്തിൽ മാക്ബെത്ത് മരിക്കുന്നു, മാൽക്കം രാജാവാകുന്നു, നന്മ വിജയിക്കുന്നു, ഒരു ശുഭപര്യവസാനം. എന്നാൽ പൊളാൻസ്കിയുടെ സിനിമ അവിടെ തീരുന്നില്ല. പിന്നെ മാൽക്കം രാജാവായി അധികാരമേറ്റെടുത്ത ശേഷം നമ്മൾ കാണുന്നത് ഡൊണാൾബേയിൻ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് എവിടേക്കോ പോകുന്നതാണ്. അയാൾ പോകുന്നത് വീണ്ടും ആ മന്ത്രവാദിനികളുടെ അടുത്തേക്കാണ്, തന്റെ ഭാവി അറിയാൻ. എന്താണിത്? അത് ശരിക്കും ഞെട്ടിക്കുന്നൊരു എൻഡിങ് ആണല്ലോ. നാടകത്തില് ഇങ്ങനെയൊരു കാര്യമില്ല. അപ്പോ ഇതിനർത്ഥം ഈ ദുരന്തങ്ങളുടെ ചക്രം വീണ്ടും ആവർത്തിക്കുമെന്നാണോ? അതെ, അതാണ് പൊളാൻസ്കി തരുന്ന ആ ഭീതിപ്പെടുത്തുന്ന സൂചന. ഈ രക്തച്ചൊരിച്ചിൽ, ഈ വഞ്ചന, ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. അധികാരം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പോയേക്കാം, പക്ഷെ അതിനുവേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം അത് മനുഷ്യരിൽ ബാക്കി നിൽക്കുന്നു. അടുത്ത മാക്ബെത്ത് ഉണ്ടാവാൻ തയ്യാറെടുക്കുകയാണ്. ഓ, ഷേക്സ്പിയറുടെ നാടകത്തിലെ ഒരു പ്രതീക്ഷയുണ്ട്, തിന്മ തോറ്റ് നന്മ ജയിക്കുമെന്നൊരു തോന്നൽ. പൊളാൻസ്കി ആ പ്രതീക്ഷയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ അധികാരത്തോടുള്ള അടങ്ങാത്ത ആർത്തി, പിന്നെ അക്രമം, വഞ്ചന, ഈ ചരിത്രം അല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ ഒരു ചക്രം പോലെ ആവർത്തിക്കുന്നു എന്നുള്ളത്, ഇതൊക്കെയാണല്ല? തീർച്ചയായും. ഈ തീമുകൾക്ക് 1970കളിലെ ആ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ, വിയറ്റ്നാം യുദ്ധം, ശീതയുദ്ധം, അന്ന് വലിയ പ്രസക്തിയുണ്ടായിരുന്നു. ഈ സാറായം ഡീറ്റ്സ് എന്നൊരു നിരൂപക പറയുന്നുണ്ട്, 2 ലോകമഹായുദ്ധങ്ങളും ഹോളോകോസ്റ്റുമൊക്കെ കണ്ട ഒരു ലോകത്തിന് ഷേക്സ്പിയറുടെ ഈ ട്രാജഡിയെ കുറച്ചുകൂടി ഇരുണ്ട രീതിയിൽ,
അശുഭകരമായ രീതിയിൽ വായിക്കേണ്ടി വന്നു എന്ന്. പൊളാൻസ്കിയുടെ സിനിമ ശരിക്കും ആ കാലഘട്ടത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അതിന്റെ ഭാഗമായി വരുന്ന ക്രൂരതകൾ, ഇതൊന്നും ഇന്നും നമ്മുടെ ലോകത്തുനിന്ന് മാറിയിട്ടില്ലല്ലോ. അപ്പോൾ പൊളാൻസ്കിയുടെ മാക്ബെത്ത് വെറുമൊരു ഷേക്സ്പിയർ അഡാപ്റ്റേഷനല്ല. മൂലകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അതിനെ വളരെ ധീരമായി പുനർവ്യാഖ്യാനം ചെയ്ത, സിനിമയുടെ ദൃശ്യസാധ്യതകളെ നന്നായി ഉപയോഗിച്ച ഒരു ശക്തമായ രാഷ്ട്രീയ സിനിമ കൂടിയാണ് എന്ന് പറയാം. എന്താണ് ഇതിൽ നിന്നൊക്കെയുള്ളൊരു ടേക്ക് അവേ? റോമൻ പൊളാൻസ്കി ഷേക്സ്പിയറുടെ ഭാഷയെയും കഥയെയും ബഹുമാനിച്ചു. പക്ഷേ അതിലെ ഇരുണ്ട വശങ്ങളെ, വയലൻസിനെ, മനുഷ്യന്റെ ഉള്ളിലെ ആ തിന്മയെ ഒരു മറയുമില്ലാതെ കാണിച്ചു. ഗിൽബർട്ട് ടൈലറുടെ ആ ക്യാമറ വർക്ക്, കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ആ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് റോസ്, ഡൊണാൾഡ് ബെയ്ൻ, പിന്നെ ആ ഞെട്ടിക്കുന്ന അവസാനം, ഇതൊക്കെ ഈ സിനിമയെ മറ്റു മാക്ബെത്ത് സിനിമകളിൽ നിന്ന് ശരിക്കും വേറിട്ട് നിർത്തുന്നു. ഒരു സാഹിത്യകൃതിയെ എങ്ങനെ സിനിമ എന്ന മീഡിയത്തിലേക്ക് വിജയകരമായി മാറ്റാം എന്നതിന്റെ നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. സിനിമയുടെ അവസാനം ആ ഡൊണാൾഡ് ബെയ്ൻ മന്ത്രവാദിനികളെ തേടിപ്പോകുന്നത്, അത് ശരിക്കും നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ അധികാരത്തിന്റെ കളി അത് അവസാനിക്കുന്നില്ല എന്നൊരു തോന്നല്. ചരിത്രത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്, ഇന്നും കാണുന്നു. അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികൾ, അതിനുവേണ്ടി മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾ, ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ സിനിമ കണ്ടപ്പോൾ മനുഷ്യന്റെ ഈ അടങ്ങാത്ത അധികാരമോഹത്തെക്കുറിച്ചും അതിന്റെ ഈ വിനാശകരമായ ഭാവിയെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്കെന്താണ് തോന്നിയത്? ഈ ദുരന്തങ്ങളുടെ ചക്രം ഇതെപ്പോഴെങ്കിലും അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?